ഇവളവിടെ പോയതുകൊണ്ടല്ലേ ആ ക്രിമിനൽ ഇവളെ മറയാക്കി രക്ഷപ്പെടാൻ നോക്കിയത്. അതുകൊണ്ടല്ലേ പ്രസാദേട്ടന് തോക്കെടുക്കേണ്ടി വന്നത്. ഇതൊന്നും നീ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലേടി? അതോ എല്ലാം അറിഞ്ഞിട്ടും എന്റെ മുമ്പിൽ അഭിനയിക്കുന്നതോ? നന്നാവില്ലടി. എന്നെ തീരാ കണ്ണീരിലാക്കിയ നീയും നിന്റെ കുടുംബവും ഒരു കാലത്തും ഗതി പിടിക്കില്ല. അയ്യോ, എന്തൊക്കെ ചെയ്യുന്നു? ഇത് ഈ ദുർഗയുടെ മനം നൊന്നുള്ള ശാപോ? അല്പമെങ്കിലും മാന്യതയും മനസാക്ഷിയും ഉണ്ടെങ്കിൽ ഇനി എന്റെ കുടുംബത്തിന് തലയിടാതിരിക്കുക. നീയൊക്കെ ഇതുവരെ എന്നോട് ചെയ്ത മഹാപാപത്തിന് അത് മാത്രമായിരിക്കും പ്രായശ്ചിത്തം. അമ്മ, സത്യം പറയാലോ അപ്പച്ചി, ഈ വാർത്ത കേട്ടപ്പോ തന്നെ അപ്പച്ചിക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് തോന്നി. ദേ, ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കി തന്നേനെ. ഈ അവസ്ഥയിലും ദുർഗേച്ചി പ്രിയയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അപ്പച്ചിക്ക് അല്ലാതെ വേറെ ആർക്ക് പറ്റും? ഇപ്പൊ അവിടെ ഒരു പൂരം നടന്നു കാണും അല്ലേ അപ്പച്ചി? അതൊക്കെ ദുർഗയുടെ മനസ്സിന്റെ തിളപ്പ് പോലിരിക്കും. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ ഒരൊറ്റ അവസരം ഉപയോഗിച്ച് മുറി കൂടാത്ത വിധം ആ ബന്ധം മുറിച്ചിട്ടിരിക്കും. ദുർഗേച്ചി ഈ അവസരം പരമാവധി മുതലെടുക്കും അപ്പച്ചി. പ്രസാദ് സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ തള്ളയും മോളെയും ദുർഗേച്ചി ഒരു വഴിക്കാക്കിയിരിക്കും. ഞാനും അത് തന്നെ അവളോട് പറഞ്ഞത്. ഇതൊരു നല്ല ചാൻസാ. വെറുപ്പും വാശിയും സെന്റിമെന്റ്സും എല്ലാം ഒരുമിച്ച് പുറത്തെടുക്കാൻ പറ്റിയ അവസരം. വേണ്ടി വന്ന പ്രസാദിന്റെ ജീവൻ മുമ്പിൽ വെച്ച് ദുർഗ വിലപേശണം. തുളസിയെ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് ഉടനെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ അമ്മാവന് മരണം വരെ സംഭവിക്കുമെന്ന് ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ട് വേണമെങ്കിൽ പറയിപ്പിക്കാം. ഇത് ഉഗ്രൻ ഐഡിയ ആണല്ലോ അപ്പച്ചി. പ്രസാദ് സാറിന് വെടിയേറ്റത് ആദ്യം മോനൊരു നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടി തന്നെ, അതിലൊരു സംശയമില്ല. പക്ഷേ ആദ്യം കൂടി അവന്റെ അമ്മയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കണം. അല്ലാതെ അവൻ വീണ്ടും തുളസി അന്വേഷിച്ചു പോയ ഒന്നും നടക്കില്ല. എന്തായാലും അവള് വന്നാലറിയാം ഭൂകമ്പത്തിന്റെ പരിസമാപ്തി. ആ വിശേഷം എന്നെ കൂടിയൊന്ന് വിളിച്ചറിയിക്കണേ അപ്പച്ചി. ഞാൻ വിളിച്ചോളാം. ആ ശരി അപ്പച്ചി. ഓക്കെ.
പ്രിയ, എന്തു പറ്റി? പറ മോളെ. എന്താ മോളെ, എന്തു പറ്റി നിന്റെ അമ്മയ്ക്ക്? അത് പിന്നെ ദുർഗാമ്മ ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയിന്റെ വിഷമോ. പ്രസ് അവിടെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോ അവരിവിടെ വന്നു. എന്തൊരു സ്ത്രീയാ അവര്. വന്നത് മാത്രല്ല ചേട്ട, എന്തൊക്കെ ദുർഗേച്ചി പറഞ്ഞതും കാണിച്ചതെന്ന് അറിയോ? ഈ ദുർഗേച്ചി എന്താ ഇങ്ങനെ? അതാ ചേട്ടൻ എനിക്ക് മനസ്സിലാവാത്ത. എന്റെ ഏട്ടന്റെ ജീവന് വേണ്ടി നമ്മളിവിടെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് കഴിയുമ്പോ അവര് വന്ന് നമ്മളെ ശപിക്കുക. വല്ല മാനസിക രോഗം കാണും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, അത്യാസന്ന നിലയിൽ കിടക്കുന്ന സഹോദരനെ കാണുന്നതിൽ നിന്ന് സഹോദരിയെ വിലക്കുക, ഒപ്പം ഇവിടെ വന്ന് കാണിച്ച പേക്കൂത്തി കൂടി കാണുമ്പോ ആ സ്ത്രീക്ക് ഭ്രാന്തെന്നല്ലാതെ വേറെന്താ പറയാ? മോളെ തുളസി, നീ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവരുടെ മുഖത്ത് നോക്കി പറയണമെന്ന് വിചാരിച്ചതാ വല്ല ഭ്രാന്താശുപത്രിയിലും പോയി കിടക്കാനായിട്ട്. അമ്മ ഓർത്തിട്ടാ. പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥ വന്നുപെട്ടതിന്റെ മാനസിക സംഘർഷം ദുർഗേച്ചിക്കുണ്ടാവാം. എല്ലായിടത്തും ജയിക്കുന്നവർക്ക് യാദൃശികമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ വലിയ ഷോക്ക് ഉണ്ടാക്കും മോളെ. ദുർഗേച്ചി നമ്മളോട് എന്ത് ചെയ്താലും അവര് നമ്മുടെ ആരാണെന്ന് മാത്രം ചിന്തിച്ചാ മതി. അങ്ങനെ ഒരു ചിന്ത അവർക്കില്ലല്ലോ അച്ഛാ. അവരെന്ത് ചെയ്താലും നമ്മൾ അത് സഹിക്കുന്നുണ്ടാ? അവരുടെ എല്ലാ ഭ്രാന്തും അവര് നമ്മുടെ നേരെ കാണിക്കുന്നേ. സത്യമായിട്ട് അവർ ഇനി എന്തെങ്കിലും കാണിച്ചാ ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും, നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് ദൈവം തന്ന ശിക്ഷയാണ് പാമന് സംഭവിച്ച ഈ ആപത്തെന്ന്. അവൾ എന്തൊക്കെ ചേട്ടൻ പറഞ്ഞിട്ട് പോയത്? ആരെ കുറിച്ച് അവൾ ഇതൊക്കെ പറയുന്നത്? അവൾ അങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു പരിധിവരെ കാരണക്കാരി നീ തന്നെയാ. ഞാനോ? അതെ. ദുർഗേച്ചി വന്ന് എന്ത് കാണിച്ചാലും നീ അത് വലിയ സംഭവമാക്കി എടുത്ത് കരഞ്ഞും തളർന്നു ഇരിക്കും. അത് കാണുമ്പോഴാ തുളസിമോൾക്ക് അവരോട് കൂടുതൽ വെറുപ്പും പകയും. എനിക്ക് സങ്കടം വന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? ഞാനത് കരഞ്ഞു തീർക്കുന്നതല്ലാതെ ദുർഗേച്ചിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. എന്റെ പ്രിയ, നീ ഉദ്ദേശിക്കുന്നത് സ്വന്തം മകൾ പെറ്റമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നാണെങ്കിൽ അത് നീ വിട്. ദുർഗേച്ചിയാണ് തന്റെ പെറ്റമ്മ എന്നുള്ള സത്യം തുളസിമോൾക്ക് അറിയില്ലല്ലോ. അവളുടെ അമ്മയും അച്ഛനും നമ്മളാ. നമ്മുടെ സങ്കടവും കണ്ണീരും അവളെ പൊള്ളിക്കും. അതിന് കാരണക്കാരായവരോട് നമ്മുടെ മോൾ പ്രതികരിക്കുകയും ചെയ്യും. ഒരാൾ നിന്നെ കരയിക്കുമ്പോ അയാളുടെ സ്വന്തം കുഞ്ഞ് ആ കണ്ണീരൊപ്പാൻ ഉണ്ടാവുന്നത് ഒരു ഭാഗ്യമല്ലേ പ്രിയ? അതെ, തുളസിമോള് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ ബാക്കി എല്ലാ സങ്കടവും നിനക്ക് മറക്കാൻ പറ്റും പ്രിയ.
സമ്മതിച്ചു ദുർഗെ, നിന്നെ ഞാൻ സമ്മതിച്ചു. അവള് പ്രസാദിന് രക്തം കൊടുത്തതിന് പകരം നീ അവൾക്ക് പണം എറിഞ്ഞു കൊടുത്തത് ഗംഭീരമായി. നിനക്കിപ്പോൾ ഈ മംഗളെ അപ്പച്ചയെക്കാളും മുകളിൽ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നീ എവിടെയും പിടിച്ചു നിൽക്കും ദുർഗെ. എന്നെ ഞാനാക്കിയത് മംഗളാപ്പച്ചിയല്ലേ? അവിടെ വെച്ച് അവള് രക്തബന്ധത്തിന്റെ കണക്ക് പറയാൻ തുടങ്ങിയപ്പോ ആ കട അവിടെ വെച്ച് തന്നെ തീർക്കണമെന്ന് തോന്നി. നന്നായി ദുർഗെ, വളരെ നന്നായി. അവൾ അതിനെ എങ്ങനെ എടുത്താലും നിന്റെ മനസ്സിൽ ബാധ്യത തീർത്തതിന്റെ സുഖമുണ്ടാവും. അവള് പറഞ്ഞത് ആ പണം പ്രസാദേട്ടന്റെ ആരോഗ്യത്തിനു വേണ്ടി ഏതോ അമ്പലത്തിൽ നേർച്ചയായിട്ട് ഇട്ടോളാന്നാ. എന്ത് വേണേ ചെയ്യട്ടെ, എന്റെ കടം ഞാൻ തീർത്തു. ഇനി അമ്മാവിന് രക്തം കൊടുത്ത കണക്കും പറഞ്ഞ് എന്റെ മുമ്പിൽ അവള് വരില്ലല്ലോ. അത് മാത്രമല്ല ദുർഗെ, പ്രസാദിന്റെ ഈ അവസ്ഥ മുതലെടുത്ത് സെന്റിമെന്റ്സിലൂടെ ബന്ധം സ്ഥാപിക്കാനുള്ള അവരുടെ പദ്ധതിക്ക് ഒരു തിരിച്ചടി കൂടിയാ നീ കൊടുത്തത്. അതെ, അല്പമെങ്കിലും നാണവും മാനവും ബാക്കിയുണ്ടെങ്കിൽ ഇനി അവറ്റകൾ ഇങ്ങോട്ട് വരില്ല. അത്രയ്ക്ക് ഞാൻ ശപിച്ചിട്ടുണ്ട് അമ്മയും മോളെയും. നന്നായി. നീ അവരെ എത്ര ശപിച്ചാലും നിന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി അവർ പ്രാർത്ഥിക്കും ദുർഗെ. ഇത് മംഗളയുടെ മാത്രം കളിയല്ല, ദൈവത്തിന്റെ കൂടെ കളിയാ. പണ്ടെന്നെ കരയിച്ചതിന് ഇന്നെനിക്ക് കണ്ടു രസിക്കാൻ കാലം ഒരുക്കി വെച്ച കളി. ദുർഗേച്ചി ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന അത് പ്രസാദേട്ടനെ ആയിരിക്കും ബാധിക്കാന്ന് എന്താ അവര് മനസ്സിലാക്കാത്തത്? പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയത്ത് പകരം വീട്ടാൻ നടക്കുക. ഇതാണോ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടത്? നീ എന്താ പ്രിയ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ? നമ്മളിപ്പോ ഇതൊന്നും അല്ലല്ലോ സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഏട്ടന്റെ രൂപം മാത്രമേ ഉള്ളൂ. ദുർഗേച്ചി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുക. ആ മതി, എനിക്കിത് കേട്ടാ മതി. ഇപ്പോഴെങ്കിലും ദുർഗാമ്മയെ വിമർശിക്കാൻ അമ്മ തയ്യാറായല്ലോ. അവര് ചെയ്യുന്നൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടില്ല. അവരെന്നോട് എന്ത് ചെയ്തോട്ടെ, പക്ഷെ അത് ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരുടെ സ്വഭാവം അവരുടെ രക്തത്തിലുള്ളതാ പ്രിയ. അതൊന്നും ദുർഗേച്ചി മാറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് നീ തല പൊണ്ണാക്കണ്ട. അതെ അമ്മ, പ്രസാദ മാമന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പോ മാമന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം. എങ്കിൽ മാരിയമ്മൻ കോവിലിൽ നേർന്ന വഴിപാട് ഉടനെ നടത്താം നമുക്ക്. അത് ചെയ്യുന്നതോടെ ചിലപ്പോ പ്രസാദേട്ടന്റെ അവസ്ഥയ്ക്ക് നല്ല മാറ്റം വരാനിടയുണ്ട്. എപ്പോഴാ ചെയ്യേണ്ടെന്ന് അമ്മ തീരുമാനിച്ചു. ഈ നിമിഷം വേണമെങ്കിലും പ്രസാദ മാമന് വേണ്ടി ആ വഴിപാട് നടത്താൻ ഞാൻ തയ്യാറാ. തുളസി മോൾ അത് എപ്പോ വേണമെങ്കിലും ചെയ്യാമെന്ന് സമ്മതിച്ചതല്ലേ പ്രിയ? നീയല്ലേ ഇനി സമയം കാലവും ഒക്കെ പറയേണ്ടത്? ഞാൻ ശ്രീമതി ഒന്ന് വിളിച്ചു ചോദിച്ച് ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോളെ, നീ അമ്മയുടെ ഫോണിൽ ഒന്ന് അവരെ വിളിച്ചതാ. എന്താന്നറിയില്ല, കുറച്ചു സമയമായിട്ട് പ്രസാദേട്ടന്റെ മുഖം തന്നെ മനസ്സിൽ തെളിഞ്ഞു വരിക. എന്റെ ഏട്ടന് ഒരാപത്തും വരുത്തല്ലേ ദൈവമേ. ദേവി,
എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചില സമയങ്ങളിൽ മെഡിസിനോട് പോലും പ്രസാദിന്റെ ബോഡി പ്രതികരിക്കുന്നില്ല. ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞതല്ല. പേഷ്യന്റിന്റെ സിറ്റുവേഷൻ നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഡോക്ടർ, അദ്ദേഹത്തെ മറ്റേതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാ? കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാ പ്രസാദ് സാറിന് ഇവിടെയും കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ ഈ അവസ്ഥയിൽ ഒരു ഷിഫ്റ്റിംഗ് കൂടുതൽ റിസ്ക് ആയിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട ഡോക്ടർ. അമ്മ ടെൻഷൻ കൊണ്ട് ഓരോ ഓപ്ഷൻ പറയുന്നത്. ഞങ്ങൾ ഡോക്ടേഴ്സ് ദൈവത്തിന്റെ കരങ്ങളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന പോലെ വരുമെന്ന് വിശ്വാസമുള്ളവർ പറയുന്നത്. എടാ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിന്റെ അച്ഛൻ ഒരു കുഴപ്പവും വരില്ല. ആദി, ഞങ്ങളൊക്കെ നിന്റെ അച്ഛനോട് പ്രാർത്ഥിക്കുന്നുണ്ടാ. അദ്ദേഹം പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാ. ഏറ്റവും കൂടുതൽ എന്റെ അച്ഛന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രിയ ആന്റി തുളസിയ. പക്ഷെ അതിന്റെ ഫലം എന്റെ അച്ഛന് കിട്ടുമെന്ന. അതെന്താടാ, നിന്റെ അച്ഛൻ സ്നേഹവും ദൈവമുള്ള ആളല്ലേ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത മനുഷ്യൻ. പിന്നെന്താ പ്രാർത്ഥന ഫലിക്കാതിരിക്കാൻ? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അമ്മ വിലക്കിയല്ലോ. ബാക്കിയൊക്കെ പോട്ടെ, അച്ഛന് ബ്ലഡ് കൊടുത്തത് തുളസിയ. അവളെയും പ്രിയ ആന്റിയും അച്ഛനെ കാണാൻ അമ്മ സമ്മതിക്കില്ല എന്ന് വെച്ചാ? എന്റെ മാമനകത്ത് കിടക്കുന്ന എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഇവിടെ നിൽക്കുന്ന ആരുടെയും സമ്മതം ആവശ്യമില്ല. അവകാശവും അധികാരവും സ്ഥാപിക്കാനാണെങ്കിൽ നീ നിന്റെ അമ്മയെ എന്റെ ഭർത്താവിനെ കാണില്ല, കാണിക്കില്ല ഞാൻ. നിന്റെ അച്ഛൻ ഈ അവസ്ഥ കിടക്കുമ്പോഴും അമ്മ ഈ പകയും വാശിയും കൊണ്ട് നടക്കുന്നത് കഷ്ടം തന്നെ. എടാ, അമ്മ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പച്ചിയാ. അവരാണെങ്കിൽ ഇപ്പൊ ഫുൾ ടൈം ഹോസ്പിറ്റലുണ്ട്. സത്യത്തിലും അമ്മ ചെയ്യുന്നൊന്നും ശരിയല്ലെന്ന് മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് മറ്റൊരു ഷോക്കാവുന്ന പേടിച്ചു. വേണ്ട ആദി, ഇപ്പൊ തൽക്കാലം നീ അമ്മയോട് റിയാക്ട് ചെയ്യാനൊന്നും പോണ്ട. അവരുടെ മനസ്സിപ്പോ ആകെ കൈവിട്ട അവസ്ഥയിലായിരിക്കും. അതിനെ അങ്ങനെ കണ്ടാ മതി. എന്തായാലും നിന്റെ പ്രിയ ആന്റിയുടെയും തുളസിയുടെയും പ്രാർത്ഥന അച്ഛന് ഫലിക്കാതിരിക്കുകയൊന്നുമില്ല. അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നിന്റെ അച്ഛൻ സുഖം പ്രാപിക്കുന്നത്. ജയേട്ടൻ ഒരു ടാക്സി വിളിച്ചാ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ എവിടെ ഇറക്കിയിട്ട് ജയേട്ടൻ വേണമെങ്കിൽ ഓഫീസിലേക്ക് പോയിക്കോ. അത് വേണ്ട പ്രിയ. തുളസിയല്ലേ വഴിപാട് നടത്തുന്നത്. ഇവളുടെ കൂടെ അത്രയും പടികൾ കയറാനൊന്നും നിനക്ക് പറ്റില്ല. കുറച്ചു കഴിയുമ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ ആവും. അതെ അമ്മ, അമ്മയ്ക്ക് പറ്റാത്തോണ്ടല്ലേ ഞാൻ ഈ വഴിപാട് ഏറ്റെടുത്ത. ശ്രീമതി ആന്റി കോവിലിൽ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി നിനക്ക് വേണ്ട സഹായം ഒക്കെ ചെയ്തു തരും. അവർക്ക് അവിടുത്തെ ചടങ്ങും ചിട്ടകളും ഒക്കെ കൃത്യമായിട്ട് അറിയാം. എന്നാലും എന്റെ മോളൊരു വഴിപാട് നടത്തുമ്പോ ഞാൻ കൂടെയില്ലാതെ എങ്ങനെയാ? അമ്മയുടെ അവസ്ഥ ദൈവത്തിന് അറിയില്ലേ. ഇങ്ങനെ മനസ്സും ശരീരവും തളർന്ന അവസ്ഥയിൽ അമ്മ വന്നാ അത് ശരിയാവില്ല. വഴിപാട് തുടങ്ങിയ പിന്നെ എനിക്ക് അമ്മ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്നറിയാലോ. മോള് പറയുന്നത് കേൾക്ക് പ്രിയ. അവള് മനസ്സർപ്പിച്ച് ആ കർമ്മങ്ങൾ ചെയ്യട്ടെ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. ശരി, നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ. മോള് പോയിട്ട് വാ. ഞാനിന്ന് പൂജാമുറി തൊഴുതിട്ട് വരാച്ച. അതെ, ജയേട്ടന് മോളുടെ കൂടെ നിൽക്കാൻ സമയം കാണില്ലേ? ഇല്ല പ്രിയ, ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. മോളെ അമ്പലത്തിൽ ഇറക്കിയിട്ട് ഞാൻ പോവും. വല്ലാത്തൊരു സമയത്തായി പോയല്ലോ ദൈവമേ. അല്ല, നീ വിഷമിക്കണ്ട പ്രിയ. തുളസി,
അവളുടെ സ്വന്തം അച്ഛന് വേണ്ടിയുള്ള വഴിപാടാ നടത്താൻ പോകുന്നത്. അത് അവൾ തനിച്ച് നടത്തണമെന്നാവും ദൈവനിശ്ചയം. അതിന്റെ പൂർണ്ണ ഫലം പ്രസയ്ക്ക് കിട്ടുമായിരിക്കും. അമ്മേ, മാരിയമ്മേ, കാത്തോളേ. അച്ഛാ ഇറങ്ങാം. മോളെ, മാമനെ മനസ്സിൽ സ്വന്തം അച്ഛനായി സങ്കല്പിച്ച് വേണം വഴിപാട് നടത്താൻ. അച്ഛനമ്മമാരുടെ ജീവന് വേണ്ടി സ്വന്തം മക്കൾ വിളിച്ച് യാചിച്ച മാരിയമ്മൻ ആ വിളി കേൾക്കുന്ന വിശ്വാസം. ഈ അമ്മയുടെ ഒരു കാര്യം, എല്ലാം അറിയുന്ന ദൈവത്തെ നമുക്ക് വഞ്ചിക്കാൻ പറ്റുമോ അമ്മേ? ഞാൻ എന്ത് മനസ്സിൽ സങ്കല്പിച്ചാലും ദൈവത്തിന് അറിയില്ലേ ഞാനും മാമനും തമ്മിലുള്ള ബന്ധം എന്താന്ന്. അതെ മോള്, ആ രൂപം മാത്രം മനസ്സിൽ വിചാരിച്ച് വഴിപാട് നടത്തിയാൽ മതി. ബാക്കിയെല്ലാം ദൈവത്തിനറിയാം. കേട്ടില്ല അമ്മവാവേ? എങ്കി അടിയൻ വഴിപാടിനായി വിട കൊള്ളട്ടെ. പോയിട്ട് വാ. മോളെ, സൂക്ഷിച്ചോണ്ട് പോയിട്ട് വരാം. കേരട്ടേച്ചാ. ശരി. ചാച്ചാ.